നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിന് മുന്നിലാണ് പി.വി. അൻവറിന്റെ അതൃപ്തിയും സമ്മർദ്ദതന്ത്രവും. UDF ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ അൻവറിനോട് ഇപ്പോഴാ ചോദ്യം ചോദിച്ചപ്പോൾ ആലോചിക്കാമെന്നാണ് മറുപടി. ഒപ്പം തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിൽ വേണമെങ്കിൽ കൊള്ളുകയോ തള്ളുകയോ ചെയ്യാമെന്നാണ് പ്രതികരണം. പി.വി. അൻവറും UDF ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു പറഞ്ഞ അർത്ഥം ഞാൻ UDF-ലല്ലോ, അപ്പോഴും പുറത്തല്ലേ. അപ്പോൾ അത് ആ സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ചു വരട്ടെ. അസോസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസിന്റെ സ്റ്റെപ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അതാണല്ലോ. അപ്പൊ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും തുറന്നിട്ടില്ല. എന്തായാലും അൻവറിന്റെ പ്രതികരണത്തോട് പ്രതികരിക്കാതെ അൻവർ UDF-നെ പിന്തുണയ്ക്കുമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു വെച്ചത്. അൻവറിന്റെ പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായാലും അവരെ ജയിപ്പിക്കാൻ വേണ്ടിയാണുള്ള പ്രവർത്തനമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. അല്ല ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കാനും ഒരു പാർഷ്വാലിറ്റി ഉണ്ടാക്കാനൊന്നും ഇവിടെ ശ്രമിച്ചിട്ടില്ല. തൽക്കാലം അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങണ്ട എന്നാണ് UDF-ന്റെ നിലപാട്. അത്തരത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പാർട്ടി തന്നെ തീരുമാനിക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. പൊതുവായിട്ട് ഞങ്ങൾ എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം മൊത്തത്തിൽ ഒരു സ്റ്റേറ്റ് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഞങ്ങൾ ചില സന്തുലിതാവസ്ഥയൊക്കെ നോക്കും. അത് എല്ലാ പാർട്ടികളും നോക്കുന്നപോലെ ഞങ്ങളും നോക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയും മതവും നോക്കിയിട്ട് ഞങ്ങൾ ഏറ്റവും ആദ്യം ഞങ്ങൾ ഡിസൈഡ് ചെയ്യും. ഞങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. LDF ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ നിലമ്പൂരിൽ ഈ കനത്ത കാലവർഷത്തിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂട് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.